ബഹുമാനപ്പെട്ട സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിക്ക് ശൈശവവിവാഹ നിരോധന ബിൽ ഇപ്പോൾ സഭയിൽ അവതരിപ്പിക്കാം. ബാല്യവിവാഹവും സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ വിവാഹവും കൂടുതൽ ഫലപ്രദമായി നിയന്ത്രിക്കാനുള്ള ബിൽ ഞാൻ സഭയിൽ അവതരിപ്പിക്കുന്നു. സർ, നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശൈശവവിവാഹവും അനുബന്ധ പ്രശ്നങ്ങളും വളരെ ഗൗരവമായി കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സർ, വളരെ നാളുകളായി ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ബാല്യവിവാഹം. പാരമ്പര്യ സാംസ്കാരിക മതപരമായ ആചാരങ്ങളിലേക്കും ഇതിന് വേരോട്ടമുള്ളതുകൊണ്ട് അത്ര നിസ്സാരമായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല ഇത്. സ്ത്രീധനം, ശൈശവ വൈദഗ്ധ്യം തുടങ്ങിയ പ്രശ്നങ്ങളും ഇതോടെ ബന്ധപ്പെട്ട് കിടക്കുന്നു. പോഷകാഹാരക്കുറവ്, അമ്മമാരുടെ മോശപ്പെട്ട ആരോഗ്യം, കൂടുതൽ ഗർഭധാരണത്തിനുള്ള സാധ്യതയും അതുവഴി ഉണ്ടാകാവുന്ന ജനസംഖ്യാ വർധനവും ശൈശവവിവാഹത്തോടനുബന്ധിച്ച് കിടക്കുന്നു. ലോകം അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം എത്തി നിൽക്കുന്നത്. ഈ ആഗോള പശ്ചാത്തലത്തിൽ നമ്മുടെ കുട്ടികൾ അനന്തവിഹായത്തിലേക്ക് പറന്നുയർന്ന് നമ്മുടെ സമൂഹത്തിനും രാജ്യത്തിനും പ്രയോജനമുള്ളവരായി മാറേണ്ടതിനു പകരം വിവാഹം എന്ന 4 ചുവരുകൾക്കുള്ളിൽ ഒതുക്കി നിർത്തി രാജ്യത്തിന്റെ ഭാവി ഇരുളടഞ്ഞതാകാതിരിക്കാൻ ശൈശവവിവാഹങ്ങൾ കൂടുതൽ ഫലപ്രദമായി നിയന്ത്രിക്കാൻ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ വിവാഹ നിരോധന ബിൽ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയില്ലാതെ 14 15 വയസ്സിൽ അമ്മമാരാവാൻ വിധിക്കപ്പെടുന്ന കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങൾക്ക് വേണ്ടി, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ വിവാഹം കൂടുതൽ ഫലപ്രദമായി നിയന്ത്രിക്കാനുള്ള ബിൽ ഈ മഹനീയ സഭയിൽ അവതരിപ്പിക്കുന്നു. ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന നിർദ്ദേശങ്ങൾ ഇവിടെ ഉദ്ധരിക്കുന്നു. നിയമങ്ങൾ ഇല്ലാത്തതല്ല, നിയമങ്ങളെക്കുറിച്ച് ബോധമില്ലാത്തതാണ് ഇത്തരത്തിലുള്ള ഒട്ടുമിക്ക വിവാഹങ്ങൾക്കും കാരണം. അതിനാൽ നിരവധി ബോധവൽക്കരണ പരിപാടികൾ നടത്താൻ ഉദ്ദേശിക്കുന്നു. പ്രചരണ ജാഥകൾ, പോസ്റ്റേഴ്സ്, തെരുവ് നാടകങ്ങൾ, ലഘുലേഖകൾ എന്നീ ബോധവൽക്കരണ മാർഗങ്ങൾക്ക് പുറമെ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള മുഴുവൻ അധ്യാപകർക്കും, മഹല്ല് കമ്മിറ്റി അംഗങ്ങൾ, പള്ളി, അമ്പല കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്കും കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസ് നടത്തി അവരെ തന്നെ റിസോഴ്സ് പേഴ്സൺസ് ആയി ഉപയോഗിച്ചുകൊണ്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്താൻ ഉദ്ദേശിക്കുന്നു. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് പ്രോഗ്രാം നടത്താൻ ഈ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. എല്ലാ സ്കൂളുകളിലും ഹെൽപ്പ് ലൈൻ സൗകര്യങ്ങൾ നിർബന്ധമാക്കുന്നതാണ്. സർ, അംഗനവാടി അധ്യാപകർ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവർക്ക് പ്രത്യേക പരിശീലന ക്ലാസുകൾ നൽകുകയും ഇത്തരം വിവാഹങ്ങൾ തടയാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. കൂടുതൽ ഫലപ്രദമായി ശൈശവവിവാഹം നേരിടാൻ സ്കൂൾ പ്രവേശന സമയത്ത് മാതാപിതാക്കൾ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് കുട്ടിയെ വിവാഹം കഴിപ്പിക്കില്ല എന്ന ഒരു കരാറിൽ ഒപ്പിട്ട് നൽകേണ്ടതാണ്. സർ, ഭരണ പ്രതിപക്ഷ വ്യത്യാസമന്യേ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ബഹുമാനിരായ അംഗങ്ങളും ഈ ബില്ലിനെ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്യുമെന്നും അതുവഴി ശൈശവവിവാഹം എന്ന വിപത്തിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുമെന്നും ഞാൻ വിചാരിക്കുന്നു. ഈ ബില്ല് സഭയുടെ പരിഗണനയ്ക്ക് വിടുന്നു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കാവുന്നതാണ്. സർ, ബഹുമാനപ്പെട്ട സാമൂഹ്യക്ഷേമ വികസന വകുപ്പ് മന്ത്രി പറഞ്ഞ വിഷയത്തെ ഞാൻ ശക്തമായി യോജിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ ചൂടേറിയ ചർച്ചയ്ക്ക് കാരണമായി തീർന്ന ഈ വിവാദപരമായ ബില്ല് നിലവിൽ വന്നാൽ ഒരു നല്ല ശതമാനം വരെയുള്ള ശൈശവവിവാഹം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. നമ്മുടെ നേതാക്കന്മാരുടെ സാഹസികവും ചരിത്ര പ്രധാനവുമായ അധ്വാനം മൂലം ഈ ദുരാചാരം ഒരു പരിധിവരെ കുറഞ്ഞെങ്കിലും പല പിന്നോക്ക സമുദായങ്ങളിലും പല ആദിവാസി കൂട്ടങ്ങളിലും ഇന്നും ഈ പ്രവണത നിലനിൽക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ ബില്ല് നിലവിൽ വന്നാൽ നമ്മുടെ നാട്ടിലെ ശൈശവവിവാഹം വരും നാളുകളിൽ തുടച്ചു നീക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ സ്കൂളുകളിൽ തന്നെ ഇതിനോടകം എത്രയോ വിദ്യാർത്ഥികളുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. ബാഗും ബുക്കും ചുമന്ന് സ്കൂളുകളിൽ പോകേണ്ട പ്രായത്തിൽ തന്നെ ഒക്കത്തൊരു കുട്ടിയെ കൊണ്ടുപോകേണ്ട അവസ്ഥ ഇനി വിദ്യാലയങ്ങളിൽ ഉണ്ടാകരുത് എന്ന് സഭയെ ഓർമ്മിപ്പിക്കുന്നു. പരീക്ഷ അവധിക്ക് പകരം പ്രസവ അവധി നൽകേണ്ട ഗതി വരും മുമ്പ് ഈ ബില്ല് പാസ്സാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ ബില്ലിനെ ഞാൻ പിന്താങ്ങുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഈ ബില്ലിനെ എതിർത്തുകൊണ്ടുള്ള താങ്കളുടെ തടസ്സവാദങ്ങൾ ഉന്നയിക്കാവുന്നതാണ്. സർ, എനിക്കും എന്റെ സഭാംഗങ്ങൾക്കും ഒരിക്കലും പൂർണ്ണമായി ഈ ബില്ലിനെ അംഗീകരിക്കാൻ കഴിയില്ല. നിയമങ്ങൾ ഇല്ലാത്തതല്ല, ഉള്ള നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാത്തതാണ് ഇന്നും ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിന് കാരണം. സർ, ഉള്ള നിയമങ്ങൾ നടപ്പിലാക്കാതെ വീണ്ടും വീണ്ടും നിയമങ്ങൾ സൃഷ്ടിച്ച് പുതിനത്തെ കഴുതിയാക്കുന്ന മന്ത്രിയുടെ വെറും ഒരു പ്രവർത്തനം മാത്രമാണെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. സർ, നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ മൂലമാണോ മന്ത്രി ഇത്തരത്തിലുള്ള ഒരു ബില്ല് അവതരിപ്പിച്ചതെന്നും കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് എന്താണ് പറയാനുള്ളത്? സർ, പ്രതിപക്ഷ നേതാവിന്റെ സംശയത്തെ ഞാൻ മാനിക്കുന്നു. നിയമങ്ങൾ ഇല്ലാത്തതല്ല, അവ പാലിക്കപ്പെടാത്തത് തന്നെയാണ് പ്രശ്നം. എല്ലാ നിയമങ്ങളെക്കുറിച്ചും വ്യക്തമായി അറിഞ്ഞിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ബില്ല് സഭയിൽ അവതരിപ്പിച്ചത്. സർ, 1929 ഇന്ത്യയിൽ ആദ്യമായി ശൈശവവിവാഹ നിരോധന നിയമം നിലവിൽ വന്നത്. ബ്രിട്ടീഷുകാർ പാസാക്കിയിരുന്ന ഈ നിയമത്തിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം നിജപ്പെടുത്തിയിരുന്നത് 14 വയസ്സായിരുന്നു. സ്വാതന്ത്ര്യത്തിന്
ശേഷം 1949-ലും 1978-ലും ഈ നിയമത്തിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ ഇന്ത്യൻ പാർലമെന്റ് വരുത്തുകയുണ്ടായി. അതോടെ ഇന്ത്യയിൽ പെൺകുട്ടികളുടെ കുറഞ്ഞ വിവാഹപ്രായം 18 വയസ്സും ആൺകുട്ടികളുടേത് 21 വയസ്സുമായി നിശ്ചയിക്കപ്പെട്ടു. 1978-ലെ നിയമം നിലവിൽ വന്നിട്ടും നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് ശൈശവ വിവാഹം പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വേണ്ട വിധം നിയന്ത്രിക്കുന്നതിന് കഴിഞ്ഞില്ലെന്നതിനാലാണ് 2006-ൽ ഇന്ത്യൻ പാർലമെന്റ് ശൈശവ വിവാഹ നിരോധന നിയമം പാസാക്കിയത്. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള നിയമം. പ്രായപൂർത്തി സംബന്ധിച്ച ഒട്ടേറെ അവ്യക്തതകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. മുസ്ലിം വ്യക്തി നിയമത്തിലും മറ്റു ചില നിയമത്തിലും പ്രായപൂർത്തിയുടെ നിർവചനം പലതാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വിവാഹം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വിധി 2005-ൽ ഡൽഹി ഹൈക്കോടതി നടത്തുകയുണ്ടായി. ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച ദേശീയ വനിതാ കമ്മീഷൻ പ്രായപൂർത്തി സംബന്ധിച്ച നിർവചനം എല്ലാ നിയമങ്ങളിലും ഒരുപോലെയാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്തിമ വിധി വന്നിട്ടില്ല. എങ്കിലും പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ വിവാഹം അനുവദിച്ചാൽ ശൈശവ വിവാഹ നിരോധന നിയമത്തിന്റെ ഉദ്ദേശം തന്നെ അട്ടിമറിക്കപ്പെടും എന്നൊരു നിരീക്ഷണം സുപ്രീം കോടതി നടത്തുകയുണ്ടായി. 2013 ഫെബ്രുവരി 26-ന് വന്ന കർണാടക ഹൈക്കോടതിയുടെ വിധിയിലും മതേതര കാഴ്ചപ്പാടോടെ പാസാക്കിയ ശൈശവ വിവാഹ നിരോധന നിയമത്തിനാണ് പ്രാധാന്യമെന്ന് വ്യക്തമാക്കിയിരുന്നു. ചുരുക്കത്തിൽ നിലവിൽ വ്യക്തി നിയമങ്ങൾ എന്ത് തന്നെ അനുശാസിച്ചാലും ശൈശവ വിവാഹ നിരോധന നിയമമാണ് നിലവിൽ പിന്തുടരേണ്ടത്. നിലവിലുള്ള നിയമങ്ങളെ ശക്തിപ്പെടുത്താനാണ് ഇത്തരമൊരു ബില്ല് സഭയിൽ അവതരിപ്പിച്ചത്. സമകാലിക സമൂഹത്തിൽ ഈ ബില്ലിന് പ്രസക്തി ഏറെയുമാണ്. കാലോചിതമായ പരിഷ്കൃത ജീവിതം ജനങ്ങൾക്ക് സൃഷ്ടിച്ചു കൊടുക്കുകയാണ് ഒരു ജനാധിപത്യ ഭരണകൂടത്തിന്റെ കടമ. സമൂഹത്തെ കുറഞ്ഞു വരുന്ന ഒരു ദുരാചാരത്തെ പൂർണ്ണമായി ഇല്ലാതാക്കലായിരിക്കണം അതിന്റെ ഉദ്ദേശം. നമ്മുടെ സർക്കാർ എടുക്കുന്ന നടപടികളും അതേ ദിശയിലുള്ളതാണെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ സസന്തോഷം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട മാധ്യമ വകുപ്പ് മന്ത്രിക്ക് ഇതിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട സാമൂഹ്യക്ഷേമ വികസന വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ബില്ലിനെ ഞാൻ പിന്താങ്ങുന്നു. പിൽക്കാലത്ത് സമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കി എന്ന് കരുതപ്പെടുന്ന ശൈശവ വിവാഹം വീണ്ടും പുനർജനിച്ചിരിക്കുന്നു എന്നത് ഏവർക്കും ആശങ്ക നൽകുന്നു. സമൂഹത്തിൽ പാടെ മാഞ്ഞുപോയി എന്ന് കരുതപ്പെടുന്ന മൈസൂർ കല്യാണവും അറബിക് കല്യാണവും ഒക്കെ വീണ്ടും തലപൊക്കി തുടങ്ങിയിരിക്കുന്നു എന്നത് തീർത്തും ശോചനീയം. ബാല്യവിവാഹത്തിൽ അകപ്പെട്ടുപോയ കുട്ടികളുടെ നിലവിളികളും അലർച്ചയും ഇന്നും ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് മറ്റൊന്ന്. 14-ാം വയസ്സിലും 16-ാം വയസ്സിലും വിവാഹിതയാകുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥയെക്കുറിച്ച് നാം ബോധവാന്മാരാവേണ്ടിയിരിക്കുന്നു. വിദ്യയ്ക്കുള്ള അർഹത സ്ത്രീക്കും പുരുഷനും തുല്യമാണ്. പക്ഷെ അതറിഞ്ഞിട്ട് പോലും വിവാഹക്കുരുക്കിൽ അകപ്പെട്ടു പോകുന്നവർ നമുക്ക് ചുറ്റും വിരളമല്ല. അതുകൊണ്ട് തന്നെ ശൈശവ വിവാഹം കൊടികുത്തി വാഴുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു ബില്ലിന്റെ പ്രസക്തി ഏറെ തന്നെ. വിവാഹത്തിന് മുൻതൂക്കം നൽകിയിരുന്ന ഒരു കാലഘട്ടം നമ്മിൽ നിന്നും കഴിഞ്ഞുപോയിരിക്കുന്നു. വിദ്യാസമ്പന്നമായ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ മഹാരാജ്യത്തിൽ അത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പെണ്ണാണെങ്കിൽ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം തന്നെ വിവാഹമാണ് എന്ന ഒരു തെറ്റായ ബോധം വെച്ചു പുലർത്തുന്ന ആളുകൾ ഇപ്പോഴും നമുക്കിടയിലുണ്ട്. ആണായാലും പെണ്ണായാലും വിവാഹം എന്നത് ഒരു പ്രധാന ലക്ഷ്യത്തിലുപരി ദൈനംദിന ആവശ്യങ്ങളിൽ ഒന്ന് മാത്രമാണ്. വിദ്യാഭ്യാസത്തിനാണ് ഇവിടെ പ്രാധാന്യം. അത് തിരിച്ചറിയാൻ സമൂഹത്തെ തിരിച്ചറിയിപ്പിക്കുവാൻ ഇങ്ങനെ ഒരു ബില്ലിന്റെ സഹായം കൂടിയേ തീരൂ. അതെ, ഈ ബില്ലിന് അതിന് കഴിയും. തീർച്ച അധ്വാനിച്ച് ജീവിക്കുവാനുള്ള ശേഷിയും സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള പ്രാപ്തിയും ആർജിക്കലാണ് ഏതൊരാളുടെയും മുഖ്യ ലക്ഷ്യം. മറിച്ച് ചെറുപ്രായത്തിൽ പഠിക്കുന്ന പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കലല്ല. അതിനവസരം കൊടുക്കാൻ ഈ ഒരു ബോധത്തിലേക്ക് പെൺകുട്ടികളെയും അവരുടെ രക്ഷിതാക്കളുടെയും സമൂഹത്തിന്റെയും മനസ്സിനെ ഉയർത്തി സമൂഹത്തിൽ തന്നെ നടമാടിക്കൊണ്ടിരിക്കുന്ന അറബിക് കല്യാണവും മൈസൂർ കല്യാണവും അതിലകപ്പെട്ടു പോകുന്ന നിഷ്കളങ്കരായ പെൺകുട്ടികൾ അവരുടെ ഭാവി സുരക്ഷിതമാക്കുവാനും ഈ ബില്ല് നമുക്കിടയിൽ അനിവാര്യം തന്നെ. സർ, വിദ്യാദിനം സർവ്വധനാൽ പ്രധാനമെന്നാണ്. എന്നാൽ അത് തിരിച്ചറിയേണ്ട സമയം നമ്മിൽ നിന്നും അതിക്രമിച്ചിരിക്കുന്നു. ഇന്നത്തെ ഓരോ വിദ്യാർത്ഥികളാണ് നാളെയുടെ പെൺകിരുത്ത്. അവരെ നാം വിവാഹമെന്ന കാരാഗ്രഹത്തിലിട്ട് ശിക്ഷിച്ചുകൂടാ. ഇത്തരമൊരു അടിയന്തര പ്രശ്നത്തിൽ സഭ ഒരുപാട് നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് എങ്കിലും അത്യധികം ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ മന്ത്രി അവതരിപ്പിച്ച ബില്ല് തീർച്ചയായും ഫലപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ആനുകാലിക പ്രസക്തിയാർന്ന ഏവർക്കും ആശ്വാസപൂർണമായ ഒരു ബില്ല് നിർമ്മിക്കുവാൻ കഴിഞ്ഞതിൽ ബഹുമാനപ്പെട്ട സാമൂഹ്യക്ഷേമ വികസന വകുപ്പ് മന്ത്രിയെയും ഇത് ഗൗരവത്തോടെ അവതരിപ്പിക്കുവാൻ ഒരു വേദി സൃഷ്ടിച്ചതിൽ സഭയെയും ഞാൻ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ സ്ത്രീത്വത്തിന് വില കൽപ്പിക്കുന്ന ഈ ബില്ല് ഭാരതത്തിന്റെ ഉന്നമനത്തിനും ശൈശവ വിവാഹ അറുതിക്കും അതുപോലെ നമ്മുടെ എല്ലാം മുമ്പോട്ടുള്ള ജൈത്രയാത്രയ്ക്കും വേണ്ടി പാസ്സാക്കി തരണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട മെമ്പർ സൽമാൻ ഫാരിസിനെ താങ്കളുടെ വാദം ഉന്നയിക്കാവുന്നതാണ്.
14 മുതൽ 16 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യത വളരെയേറെയാണ്. അവരെ എഴുതുമതിയാവുമ്പോഴേ കല്യാണം കഴിപ്പിക്കണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. സാർ, നമ്മുടെ സമൂഹത്തിൽ പീഡന പരമ്പരകൾ ഏറി വരുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു ബിൽ നിലവിൽ വരുന്നത് മണ്ടത്തരമല്ലേ? യെസ് മിനിസ്റ്റർ പ്ലീസ്. സർ, ഋതുമതിയാവുക എന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട മെമ്പർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. ശാരീരികമായും മാനസികമായും കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്ന പ്രായമാണ് 14 മുതൽക്ക് അങ്ങോട്ട്. ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത ഈ പ്രായത്തിൽ ഇരുളിന്റെ അഗാധകത്തിലേക്ക് അവരെ തള്ളിവിടുകയാണോ സർ നാം വേണ്ടത്? പല പെൺകുട്ടികളും പല പല പ്രായത്തിലാണ് ഋതുമതിയാവുന്നത്. അവർ വളരാൻ തയ്യാറാവുകയാണ്. എല്ലാ തരത്തിലുമുള്ള വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ തന്നെ അവരുടെ വളർച്ച മുരടിപ്പിക്കണോ എന്നതാണ് എന്റെ ചോദ്യം. ബഹുമാനപ്പെട്ട മെമ്പർ ഈ കാലഘട്ടത്തിലൊന്നുമല്ല ജീവിക്കുന്നതെന്ന് തോന്നുന്നു. സർ, ഇത്തരത്തിലുള്ള ബാല്യവിവാഹം കൊണ്ട് പല പെൺകുട്ടികളുടെയും ജീവിതം നരകതുല്യമായത് നാം കണ്ടിരിക്കുന്നു. എവിടെയൊക്കെയോ എത്തേണ്ടവർ എങ്ങും എത്താതെ ജീവിതം ഉണ്ടിനെക്കി കഴിയുന്നു. ഇത്തരമൊരു ജനതയാണോ സർ നമുക്ക് ആവശ്യം? എനിക്ക് ആരെങ്കിലും എന്ന തോന്നൽ ഇന്ന് നമുക്കിടയിലുള്ള എല്ലാ പെൺകുട്ടികൾക്കുമുണ്ട്. അതിനുള്ള ആത്മവിശ്വാസവുമുണ്ട്. ഒരു ന്യായവുമില്ലാത്ത ചില പൊള്ളവാദങ്ങൾ നിരത്തി അവരെ വിവാഹത്തിലേക്ക് തള്ളിവിടുന്നതിന് പകരം അവരുടെ ഉന്നമനത്തിനു വേണ്ടി ശ്രമിക്കുകയല്ലേ സർ നാം ചെയ്യേണ്ടത്? പെൺകുട്ടിക്ക് വിദ്യാഭ്യാസമുണ്ടായാൽ അവൾ ആണിനെ കീഴ്പ്പെടില്ല എന്ന ബാലിശമായ ചിന്തയല്ലേ സർ ബഹുമാനപ്പെട്ട മെമ്പറെ ഇത്തരമൊരു ചോദ്യത്തിലേക്ക് നയിച്ചത്? ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്നും അവിടെ ആണിനും പെണ്ണിനും തുല്യ നീതിയും നിയമവുമാണെന്നും ഞാൻ ബഹുമാനപ്പെട്ട മെമ്പറെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മെമ്പർ ശ്രീകാവിക്ക് എന്താണ് പറയാനുള്ളത്? സർ, നിരവധി നിയമനിർമ്മാണവും ഭേദഗതികളും ഈ വിഷയങ്ങളെക്കുറിച്ച് നിലവിലുണ്ട്. അവയെല്ലാം കർശനമായി നടപ്പിലാക്കാത്തതും പരിപാലിക്കപ്പെടാത്തതുമാണ് ഇത്തരം സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് വീണ്ടും വീണ്ടും വഴിതെളിക്കുന്നത്. ആർഭാടരഹിത വിവാഹങ്ങളും സ്ത്രീധനരഹിത ഗ്രാമവും കൊട്ടിഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിലും നമുക്ക് ചുറ്റും നോക്കിയാൽ ഇന്ന് സ്ത്രീധനം വാങ്ങാത്ത വിവാഹങ്ങൾ വളരെ വിരളമാണ്. ഇത്തരമൊരു ബില്ല് നിലവിൽ വരുന്നതിനെ മതസംഘടനകൾ ശക്തമായി എതിർക്കുമെന്ന് തീർച്ച. വെറുതെ ചവറ്റുകൊട്ടയിൽ എറിയപ്പെടാൻ മാത്രമായി എന്തിനിത്തരം ബില്ലുകളെ കുറിച്ച് ചർച്ച ചെയ്ത് സഭയുടെ വിലപ്പെട്ട സമയം പാഴാക്കണം. നിയമനിർമ്മാണത്തിലല്ല, നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാനുള്ള ആർജവമാണ് ആദ്യം സ്വീകരിക്കേണ്ടത്. എന്ത് വിശദീകരണമാണ് വകുപ്പ് മന്ത്രിക്ക് ഈ വിഷയത്തിൽ നൽകാനുള്ളത്? യെസ് മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. എന്നാൽ മെമ്പർ ഒരു കാര്യം മനസ്സിലാക്കണം. സ്ത്രീധനത്തിന്റെ കാര്യത്തിലായാലും മറ്റേത് കാര്യത്തിലായാലും നമ്മുടെ സമൂഹം ഇന്ന് ഒരുപാട് പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടാൽ അത് പാലിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് സർ. പിന്നെ സ്ത്രീധനരഹിത ഗ്രാമം, അത് ഞങ്ങളുടെ സ്വപ്നമാണ്. അത് ഞങ്ങൾ യാഥാർത്ഥ്യമാക്കുക തന്നെ ചെയ്യും. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും. അതിന്റെ പ്രാരംഭ നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. സർ, ബഹുമാനപ്പെട്ട മെമ്പറുടെ ഒരു വാദം ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്തതാണ്. സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന ഒരു നിയമം ഏത് സമൂഹമാണ് സർ ചവറ്റുകുട്ടയിലേറുക? ജനാധിപത്യ വ്യവസ്ഥയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന ഒരു മെമ്പർ ഇത്തരത്തിൽ പറയുമ്പോൾ പൊതുജനങ്ങൾ കഴുതകളാണെന്ന് പറയാതെ പറയുകയല്ലേ സർ ബഹുമാനപ്പെട്ട മെമ്പർ ഈ വേദിയിൽ ചെയ്തത്? ബഹുമാനപ്പെട്ട മെമ്പർ ഷഹനയ്ക്ക് എന്താണ് പറയാനുള്ളത്? സർ, കുടുംബ പ്രാരാബ്ധമാണ് ഇത്തരത്തിലുള്ള വിവാഹങ്ങളിലേക്ക് ഓരോ കുടുംബത്തെയും നയിക്കുന്നത്. ഒരു വീട്ടിൽ തന്നെ 2-3 പെൺകുട്ടികൾ ഓരോ വയസ്സിന്റെ വ്യത്യാസം നിൽക്കുമ്പോൾ കെട്ടിച്ചയക്കുകയല്ലാതെ വേറെ എന്താണ് സർ നിവൃത്തി? അതോ ഒന്നിലധികമുള്ള പെൺകുട്ടിയെ മന്ത്രി ഏറ്റെടുക്കുമോ? യെസ് മിനിസ്റ്റർ. യെസ് മിനിസ്റ്റർ. ബഹുമാനപ്പെട്ട മെമ്പറുടെ വാദം ന്യായമാണെന്ന് തോന്നുന്നില്ല. ഒരു കുടുംബത്തിന്റെ പ്രാരാബ്ധം തീർക്കാൻ പെൺകുട്ടിയെ കെട്ടിച്ചയക്കുകയാണോ വേണ്ടത്? അല്ലെങ്കിൽ തന്നെ പെൺകുട്ടിയെ കെട്ടിച്ചയച്ചാൽ കുടുംബത്തിന്റെ പ്രാരാബ്ധം തീരുമോ സർ? ഇല്ല. പക്വതയില്ലാതെ ദാമ്പത്യ ജീവിതം എന്തെന്നറിയാതെ കല്യാണം കഴിച്ചയക്കപ്പെടുന്ന ഒരു പെൺകുട്ടി, ഒരു 14 വയസ്സുകാരി കൈകുഞ്ഞിനെ വിട്ട് സ്വന്തം വീട്ടിൽ വന്നു നിന്നാൽ കുടുംബത്തിന്റെ പ്രാരാബ്ധം തീരുമോ അതോ അത് കൂടുമോ? അതിനാൽ പ്രാരാബ്ധങ്ങൾ ഒഴിവാക്കണമെങ്കിൽ വിദ്യാഭ്യാസം, മിനിമം സ്കൂൾ വിദ്യാഭ്യാസമെങ്കിലും പൂർത്തീകരിക്കാനുള്ള പെൺകുട്ടികളുടെ അവകാശം നിഷേധിക്കരുത് സർ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിദ്യാഭ്യാസമുള്ളവർക്ക് പോലും ഒരു ജോലി കിട്ടാൻ എത്ര പ്രയാസമാണെന്ന് നമുക്കറിയാം. അതിനാൽ വിദ്യാഭ്യാസത്തിന്റെ വില, സമകാലിക സമൂഹത്തിലെ വിദ്യാഭ്യാസത്തിന്റെ വില ബഹുമാനപ്പെട്ട മെമ്പർ മനസ്സിലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് എന്തെങ്കിലും കൂടുതലായി പറയാനുണ്ടോ? സർ, കുരുന്ന പ്രായത്തിൽ തന്നെ ജീവിത പ്രാരാബ്ദങ്ങളിലേക്കും പുരുഷ മേധാവിത്വത്തിന്റെ കരാള ഹസ്തങ്ങളിലേക്കും ഒതുങ്ങുന്ന ബാല്യങ്ങളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ഇനിയും ഒരു ഋഷിരാജ് സിംഗിനായി നാം കാത്തിരിക്കണോ? നിയമവാഴ്ചയുടെ പരാജയത്തിൽ അവർ സൂചിപ്പിക്കുന്നത്.
നടക്കുന്നു. സർ, നിലവിൽ വന്ന നിയമങ്ങളെ പോലെ പാലിക്കപ്പെടാതെ പോകില്ല ഈ നിയമമെന്ന് ഞാൻ സഭയ്ക്ക് ഉറപ്പു തരുന്നു. എന്നാൽ അതല്ല, ഈ നിയമം നടപ്പിലാക്കാൻ ഒരു ഋഷിരാജ് സിംഗ് വേണമെന്നാണെങ്കിൽ വീണ്ടും ഒരു ഋഷിരാജ് സിംഗ് പുനർജനിക്കുക തന്നെ ചെയ്യും സർ. സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിക്ക് സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ വിവാഹം കൂടുതൽ ഫലപ്രദമായി നിയന്ത്രിക്കുവാനുള്ള പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. സർ, സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ വിവാഹം കൂടുതൽ ഫലപ്രദമായി നിയന്ത്രിക്കാനുള്ള ബിൽ പാസ്സാക്കണമെന്ന പ്രമേയം ഞാൻ സഭയിൽ അവതരിപ്പിക്കുന്നു. പ്രമേയത്തെ പിന്താങ്ങുന്നവർ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് സംസാരിക്കും. സർ, ഈ ബില്ലിന്റെ സമൂഹത്തിലെ പ്രസക്തിയെക്കുറിച്ചൊരു ചർച്ച ഇനി വേണമെന്ന് തോന്നുന്നില്ല. സർ, ഇന്ത്യയിൽ ഇപ്പോൾ ബാല്യവിവാഹം പൂർണ്ണമായി നിരോധിക്കുന്ന നിയമം നിലവിലുണ്ട്. 2006 ബാല്യവിവാഹ നിരോധന നിയമമാണിത്. 10/11/2007 മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അതിനു മുമ്പ് നിലവിലുണ്ടായിരുന്ന നിയമങ്ങളിൽ ബാല്യവിവാഹം അസാധുവായി പ്രഖ്യാപിക്കുന്ന വകുപ്പ് ഉണ്ടായിരുന്നില്ല. ആണായാലും പെണ്ണായാലും വിവാഹം എന്നത് ജീവിതത്തിന്റെ ലക്ഷ്യമല്ല, പലതരം ആവശ്യങ്ങളിൽ ഒന്ന് മാത്രമാണ്. അധ്വാനിച്ച് ജീവിക്കാനുള്ള ശേഷിയും സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയും ആർജിക്കലാണ് പ്രധാനം. ഈ ഒരു ബോധത്തിലേക്ക് പെൺകുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഉയരാൻ കഴിയാത്തിടത്താണ് ശൈശവവിവാഹം പോലുള്ള ദുരാചാരങ്ങൾ ഉടലെടുക്കുന്നത്. ജനങ്ങളുടെ ദാരിദ്ര്യത്തെയും വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയും ചൂഷണം ചെയ്തുകൊണ്ട് ഉടലെടുക്കുന്ന ക്രൂരതയും സംസ്കാര ശൂന്യതയുമാണ് ശൈശവവിവാഹവും അതുപോലെ തന്നെ മൈസൂർ കല്യാണവും അറബി കല്യാണവും ഒക്കെ. മൈസൂർ കല്യാണത്തിന് ഇരയാക്കപ്പെടുന്ന നമ്മുടെ പല പെൺകുട്ടികളും കർണാടകത്തിലെ വിവിധ പട്ടണങ്ങളുടെ പിന്നാമ്പുറച്ചേരികളായ ഹള്ളികളിൽ അനാശാസ്യത്തിന് വിൽക്കപ്പെടുകയും അവരുടെ ഭർത്താക്കന്മാരെന്ന് പറയപ്പെടുന്നവർ അവരെ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് കുടിച്ച് മതിച്ചു കഴിയുന്നതുമായ വാർത്തകൾ നമ്മുടെ പത്രമാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. സമൂഹത്തിൽ ഇന്നും സ്ത്രീ അടിമയായാണ് ജീവിക്കുന്നത്. സമൂഹത്തിന്റെ സർവ്വമണ്ഡലങ്ങളിലും പുരുഷനോടൊപ്പം വിരാജിക്കാൻ സ്ത്രീക്കും അർഹതയുണ്ടെന്ന വാദങ്ങൾ ശക്തിപ്പെട്ടു വരുന്ന ഒരു കാലമാണിത്. ലോകത്തോടൊപ്പം മുന്നേറാൻ കേരളത്തിലും പെൺകുട്ടികൾക്ക് അവസരവും ബോധവും തെളിഞ്ഞു വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസം നേടി ജീവിതം വെട്ടിപ്പിടിക്കുക എന്നത് പെൺകുട്ടിയുടെയും പൊതു ലക്ഷ്യമായി തീർന്നിട്ടുണ്ട്. ഇങ്ങനെയൊരു കാലത്താണ് പെൺകുട്ടികളെ അന്ധകാര നിബിഡമായ ഭൂതകാലത്തിലേക്ക് തിരിച്ചു നടത്താനുള്ള ശ്രമം നമ്മുടെ സമൂഹം നടത്തുന്നത്. പെണ്ണിനെ കേവലം ഭോഗവസ്തുവും പേറ്റുയന്ത്രവുമായി കണക്കാക്കപ്പെട്ടിരുന്ന പ്രാകൃത കാലത്താണ് വിവാഹപ്രായം ആർത്തവാരംഭമായി നിർണയിക്കപ്പെട്ടത്. എന്നാൽ ഇസ്ലാമിക ഭരണക്രമമുള്ള രാജ്യത്ത് പോലും ഈ മുറകൾ പരിഷ്കരിച്ച് പെൺകുട്ടിയുടെ വിവാഹപ്രായം ഉയർത്തിയിരിക്കുന്ന കാലത്താണ് ഇന്ത്യയുടെ രാജ്യ നിയമത്തെ അതിക്രമിച്ച് വിവാഹപ്രായം കുറയ്ക്കാനുള്ള നീക്കം സമൂഹവും അത് യാഥാസ്ഥിതികന്മാരായ പൗരോഹിത്യവും നടത്തുന്നത്. സർ, ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. മുസ്ലിം പെൺകുട്ടിയുടെ മുന്നേറ്റത്തെ മൗലികമായി സ്വാഗതം ചെയ്യാൻ സാമുദായിക നേതൃത്വം തയ്യാറല്ല എന്നതാണ് ഇപ്പോൾ വരുന്ന വിവാദങ്ങൾ സൂചിപ്പിക്കുന്നത്. സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു പരിഷ്കൃതരാണ് ഈ കുറ്റകൃത്യത്തെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്നും ശ്രദ്ധേയമാണ്. അറബുമാടുകളെ വിൽപ്പനയ്ക്ക് വെച്ച കാലിച്ചന്തകൾ പോലെ പെൺകുട്ടികളെ അന്യദേശക്കാരായ പണച്ചാക്കുകൾക്ക് മുന്നിൽ കാഴ്ചവെക്കുന്ന വിപണന കേന്ദ്രങ്ങളായി സാധുജന സേവയുടെ ധർമ്മസ്ഥാപനങ്ങൾ പോലും അധപതിക്കുന്നതാണ് നാം കണ്ടത്. പെൺകുട്ടിയുടെ സമ്മതം കൂടാതെ വിവാഹം നടത്തിയ ചിലരെങ്കിലും നീതിന്യായത്തിന് മുന്നിൽ വിചാരണയ്ക്ക് വന്നിരിക്കുന്നു. എന്നാൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ പതിവാക്കിയിരിക്കുന്ന ഒന്നാം കിട പുരോഹിതന്മാരും കൂട്ടാളികളും ഇപ്പോഴും നിയമത്തിനും പുറത്ത് വിഹരിക്കുന്നു എന്ന വാർത്ത നാം കാണാതിരുന്നുകൂടാ. സ്ത്രീധനം പോലുള്ള ദുരാചാരങ്ങളെ ചെറുക്കുന്നതിൽ നമ്മുടെ മത സാമൂഹിക നേതൃത്വം ദയനീയമായി പരാജയപ്പെട്ടതിന്റെ അടയാളമാണ് മൈസൂർ കല്യാണം പോലുള്ള സമാനമായ ദുരന്തങ്ങൾ ഇപ്പോഴും നമ്മുടെ മുന്നിലെ ദൃശ്യങ്ങളാക്കി തീർക്കുന്നത്. സർ, എത്ര ശക്തമായ നിയമം നിർമ്മിച്ചാലും അത് നടപ്പാക്കാൻ ആവശ്യമായ ഒരു താല്പര്യവും ഇച്ഛാശക്തിയും സമൂഹം കാണിക്കുന്നില്ലെങ്കിൽ ഏത് നിയമവും കടലാസിൽ ഒതുങ്ങുകയുള്ളൂ. സർ, നമ്മുടെ സമൂഹത്തെ ഉന്നതിയിലെത്തിക്കാൻ നമ്മുടെ പെൺകുട്ടികളെ രക്ഷിക്കാൻ ഈ ബില്ല് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ബില്ലിൽ വരുത്തേണ്ട ഭേദഗതിയെ കുറിച്ച് സംസാരിക്കാവുന്നതാണ്. സർ, സമൂഹത്തിന്റെ ഉന്നമനത്തിനായി കൊണ്ടുവരുന്ന ഏത് ബില്ലും സ്വാഗതാർഹമാണ്. പ്രതിപക്ഷം ഒരിക്കലും ഈ ബില്ലിനെതിരല്ല. എന്നാൽ ബഹുമാനപ്പെട്ട മന്ത്രി സഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കാൻ ശ്രമിച്ച ബിൽ കുറച്ചുകൂടി സമഗ്രമാക്കാമായിരുന്നു. മന്ത്രിയുടെ അവതരിപ്പിച്ച ബില്ലിലെ ഒട്ടുമിക്ക വാദങ്ങളും അപ്രായോഗികമാണ്. അതിനാൽ ഈ ബില്ലിൽ ഞങ്ങൾ ചില ഭേദഗതികൾ വരുത്തുന്നു. സർ, അതാത് വാർഡിലെ കൗൺസിലർമാർ ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ മുൻകൂട്ടി അറിയുകയും അവ നിരുത്സാഹപ്പെടുത്തേണ്ടതുമാണ്. അത്തരം വിവാഹങ്ങളിൽ നിന്ന് അവർ വിട്ടുനിൽക്കേണ്ടതുമാണ്. ഓരോ മതങ്ങൾക്കും വിവാഹ സംബന്ധമായി പ്രത്യേക നിയമങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് ശൈശവ വിവാഹ നിരോധന ബിൽ നടപ്പിലാക്കുക പ്രയാസമാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഏകീകൃത സിവിൽ കോഡ് നിർബന്ധമാക്കേണ്ടതാണ്.
വനിതാ സംഘടനകളുമായി വേണ്ടത്ര ആലോചിക്കാതെയാണ് മന്ത്രി ഈ ബിൽ അവതരിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ പോരായ്മ ഈ ബില്ലിൽ പ്രതിഫലിക്കുന്നുമുണ്ട്. വനിതകളുടെ പ്രശ്നം അവരുമായി ചർച്ച ചെയ്യാതെ നടപടിയെടുക്കുന്നതിൽ അർത്ഥമില്ലാതാവുകയാണ്. അതിനാൽ അവരുമായി കൂടിയാലോചിച്ച് ഈ ബില്ലിൽ ആവശ്യമായ ഭേദഗതി വരുത്തേണ്ടതാണ്. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് വരുത്തിയിട്ടുള്ള ഭേദഗതികളെ കുറിച്ച് സംസാരിക്കാവുന്നതാണ്. സർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ എല്ലാ നിർദ്ദേശങ്ങളും ഞാൻ സസന്തോഷം സ്വീകരിക്കുന്നു. ഈ ബില്ലിൽ വരുത്തേണ്ട എല്ലാ മാറ്റങ്ങളും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വിശദമായി തന്നെ അവതരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ അഭിപ്രായം കണക്കിലെടുത്ത് ബില്ലിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുകയും അത് ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ നടപ്പാക്കുമെന്നും ഞാൻ ഉറപ്പു നൽകുന്നു. സർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ച ഏകീകൃത സിവിൽ കോഡ് പ്രതിപക്ഷവുമായി കൂടിയാലോചിച്ച് നടപ്പാക്കാൻ ശ്രമിക്കുന്നതാണ്. എന്നാൽ ഇക്കാര്യത്തിൽ പല പരിമിതികളുമുണ്ടെന്ന് പ്രതിപക്ഷം മനസ്സിലാക്കേണ്ടതാണ്. സർ, എല്ലാ വനിതാ സംഘടനകളുമായി കൂടിയാലോചിച്ച് പ്രത്യേകിച്ച് ദേശീയ വനിതാ കമ്മീഷനുമായി കൂടി ചർച്ച നടത്തി അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള ബില്ല് സഭയിൽ അവതരിപ്പിച്ചെന്ന് പ്രതിപക്ഷ നേതാവിനെ അറിയിക്കുന്നു. ഈ പ്രമേയത്തെ അനുകൂലിക്കുന്നവർ, ഈ പ്രമേയത്തെ പ്രതികൂലിക്കുന്നവർ? ഐ തിങ്ക് യെസ് ഹാവ് ഇറ്റ്, യെസ് ഹാവ് ഇറ്റ്, യെസ് ഹാവ് ഇറ്റ്. യെസ്, ലീഡർ ഓഫ് ഓപ്പോസിഷൻ. സർ, സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ വിവാഹ നിരോധന ബിൽ അവതരിപ്പിക്കുവാൻ പ്രതിപക്ഷത്തിന്റെ സഹകരണത്തോടെ പാസ്സാക്കുവാൻ കഴിഞ്ഞതിൽ പ്രതിപക്ഷത്തിന്റെ നന്ദിയും കടപ്പാടും സാദരം അറിയിച്ചുകൊള്ളട്ടെ. സർ, ഇതും മറ്റു നിയമങ്ങളെ പോലെ ഒരു ഉട്ടോപ്യൻ ആശയമാവാതെ ഇരുളടഞ്ഞ ജീവിതങ്ങളിലേക്ക് പ്രത്യാശയുടെ നെയ്ത്തിരിനാളമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ യെസ്, പ്രൈം മിനിസ്റ്റർ പ്ലീസ്. സർ, ബഹുമാനപ്പെട്ട സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രി ഇവിടെ അവതരിപ്പിച്ച സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ വിവാഹ നിരോധന ബിൽ പാസാക്കിയതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. ഈ ബില്ലിൽ വേണ്ട ഭേദഗതികൾ തന്നതിനോ പ്രതിപക്ഷ നേതാവിനോ ഈ ബിൽ പാസാക്കിയതിന് സഭയ്ക്കോ എന്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് എന്താണ് ഇനി കൂടുതലായി പറയാനുള്ളത്? സർ, നമ്മുടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി നമ്മുടെ പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കായി അവതരിപ്പിച്ച ഈ ബില്ല് ഇരു കൈയും നീട്ടി സ്വീകരിച്ച എല്ലാ സഭാംഗങ്ങൾക്കും എന്റെ നന്ദി അറിയിക്കുന്നു. സർ, നമ്മുടെ നാട്ടിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ശൈശവ വിവാഹം വേരോടെ പിഴുതെറിയാൻ ഈ ബില്ലിനാലാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ബാല്യവിവാഹത്തിനെതിരെ ശക്തമായ നിയമങ്ങൾ നിലവിലുള്ള നമ്മുടെ നാട്ടിൽ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ ദുരാചാരത്തെ തോൽപ്പിക്കാനാവുമെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ബില്ലിനാൽ ഉദ്ദേശിക്കുന്നത്. ഉത്തരവാദപ്പെട്ട അധികാരികൾ ബാഹ്യ സമ്മർദ്ദത്തിന് വഴിയിൽ നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അതിനാവശ്യമായ ബഹുജന സമ്മർദ്ദം ചെലുത്താൻ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരണം. ഇത്തരത്തിൽ ഈ ബില്ല് നമുക്ക് വിജയകരമായി നടപ്പാക്കാം. ഒരിക്കൽ കൂടി ഞാൻ എന്റെ നന്ദി സഭയെ അറിയിക്കുന്നു. സഭയുടെ പൂർണ്ണ പിന്തുണയോടെ ഈ ബിൽ പാസാക്കിയതായി പ്രഖ്യാപിക്കുന്നു. ഈ ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വേണ്ടി രാഷ്ട്രപതി ഭവനിലേക്ക് അയക്കുന്നതാണ്.